ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പായസമാണ് ഉണ്ടാക്കണേ. നമ്മുടെ സ്വന്തം സേമിയ പായസം തന്നെ, പക്ഷേ ഇതൊരു വ്യത്യസ്ത രീതിയിൽ ഒരു പുതിയ രുചിയിലാണ് ഉണ്ടാക്കണേ. അതുപോലെ തന്നെ ഇത് ചൂടോട് കൂടെ കഴിക്കുന്ന ഒരു പായസമല്ല, നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പായസം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാനൊരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ വറുത്തെടുക്കണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് വറുവായി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെർമിസെല്ലിയും കൂടി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചില്ലേ, അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വെർമിസെല്ലി ഒന്ന് വേവാനായിട്ട് വെക്കണം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഈ വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ വെർമിസെല്ലി നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കസ്റ്റാർഡ് മിക്സ് ഈ പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് പായസം കട്ടിയാവും, അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പായസത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അടിയിൽ പിടിച്ചാൽ ഒരു കരിഞ്ഞ മണം വരും. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ കാഷ്നട്ടും റൈസിൻസും, അതും കൂടെ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പായസം നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് പഴം ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പഴം, ഇതൊരു റോബസ്റ്റ പഴത്തിൻ്റെ പോലത്തെ പഴമാണ്, കുറച്ച് വലിയൊരു പഴമാണ്. അപ്പോൾ അത് ചേർക്കാം. അല്ലെങ്കിൽ പൂവൻ ഞാലിപ്പൂവൻ പഴമോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണോ ഈ പായസം കഴിക്കാൻ ഉദ്ദേശിക്കണേ ആ ഒരു സമയത്ത് തന്നെ ഇത് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പഴം പെട്ടെന്ന് കറുത്ത് പോകും. അപ്പോൾ ഈ ഒരു പഴം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം
കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ തണുപ്പിച്ചെടുത്ത ഈ പായസത്തിൻ്റെ മുകളിലായിട്ട് ഈ പഴം ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കണില്ല. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.